എല്ലാ മനുഷ്യരും ജീവിത വിജയം ആഗ്രഹിക്കുന്നവരാണ്. വിശ്വാസികളാകട്ടെ അവിശ്വാസികളാകട്ടെ ജീവിത വിജയം കൊതിക്കാത്ത ഒരാളും നമ്മിലുണ്ടാവുകയില്ല. ഏതൊരു വിജയത്തിനു പിന്നിലും ചില അടിസ്ഥാന ഘടകങ്ങളുണ്ട്. അതിലൊന്നാമത്തത് നിയ്യത്താണ്, ഉദ്ദേശം. വിജയിക്കണം എന്ന ഉത്കടമായ അദമ്യമായ ആഗ്രഹം. 2, ലക്ഷ്യം. എന്ത് വിജയമാണ് കൈവരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടും വിജയ നിർണയവും. 3, സമർപ്പണമാണ്. വിജയത്തിലേക്ക് എത്തിച്ചേരാനുള്ള നിരന്തരമായ അധ്വാന പരിശ്രമങ്ങൾ. ഉദ്ദേശവും ലക്ഷ്യവും സമർപ്പണവും മനുഷ്യനെ വിജയത്തിലെത്തിക്കുന്നു. അപ്പോൾ ജീവിത വിജയം ഉണ്ടാകണമെങ്കിൽ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാകണം. ആ കാഴ്ചപ്പാട് സുദൃഢമായിരിക്കണം. ജീവിത ലക്ഷ്യം എന്താണെന്ന തിരിച്ചറിവുണ്ടാകണം. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള അധ്വാന പരിശ്രമങ്ങൾ ഉണ്ടാവണം. ഈ 3 ഘടകങ്ങളും സമന്വയിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ജീവിത വിജയം ഉണ്ടാകുന്നു. ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും ഇല്ലാത്ത മനുഷ്യരില്ല. പക്ഷേ അതെത്രത്തോളം അവനെ ആത്യന്തികമായ പരമമായ ശാശ്വതമായ വിജയത്തിലേക്ക് നയിക്കുന്നു എന്നതാണ് പ്രധാനം. മനുഷ്യന്റെ കർമ്മങ്ങളാണ് അവന്റെ വിജയപരാജയങ്ങളെ നിശ്ചയിക്കുന്നത്. ഈ കർമ്മങ്ങളാകട്ടെ അവന്റെ ജീവിത വീക്ഷണവും അവന്റെ സ്വപ്നങ്ങളും അനുസരിച്ചിരിക്കുന്നു. വിശ്വാസികൾ പൊതുവെ ഇഹപര ജീവിത വിജയം എന്ന തത്വത്തിൽ ഒന്നാണെങ്കിലും ഐഹിക ജീവിത വീക്ഷണത്തെക്കുറിച്ചും പാരത്രിക വിജയത്തെക്കുറിച്ചുമുള്ള അവരുടെ കാഴ്ചപ്പാടുകളിൽ ഭിന്നമായ വ്യത്യാസമുണ്ട്. എന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു, മനുഷ്യന്റെ സൃഷ്ടാവായ അല്ലാഹു മനുഷ്യന്റെ അസ്തിത്വത്തെക്കുറിച്ചും അവന്റെ ലക്ഷ്യത്തെക്കുറിച്ചും അവന്റെ പാരത്രിക വിജയത്തെക്കുറിച്ചും എന്താണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ആസൂത്രണത്തിന്റെ ഭാഗമായി മനുഷ്യനെ മണ്ണിന്റെ സത്തയിൽ നിന്നും സൃഷ്ടിക്കുകയും ഭൂമിയിലേക്ക് തന്റെ പ്രതിനിധിയായി അവനെ നിയോഗിക്കുകയും ചെയ്തു. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, നാം മനുഷ്യനെ നമ്മുടെ പ്രതിനിധിയായി നിയോഗിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രതിനിധിയാവുക എന്ന ദൗത്യം മനുഷ്യൻ സ്വയം ഏറ്റെടുത്തതാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന അർളനൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ, ആകാശഭൂമികളുടെയും പർവ്വതങ്ങളുടെയും മുമ്പിൽ ഈ വിശ്വസ്ത ദൗത്യം നാം വെച്ചുകൊടുത്തു. അള്ളാഹുവിന്റെ പ്രതിനിധിയാവുക എന്ന ദൗത്യം. ഫഅബൈന യഹ്മിൽനഹ, അപ്പോൾ അത് ഏറ്റെടുക്കാൻ അവ വിസമ്മതിച്ചു. വഅഷ്ഫഖ്ന മിൻഹ, അവ അതിനെ ഭയപ്പെടുകയും ചെയ്തു. വഹമലഹൽ ഇൻസാൻ, എന്നാൽ മനുഷ്യൻ അത് ഏറ്റെടുത്തു. ഇന്നഹു കാന ളലൂമൻ ജഹൂല, തീർച്ചയായും അവൻ കൊടിയ അക്രമിയും തികഞ്ഞ അവിവേകിയുമായിരിക്കുന്നു എന്ന് ഖുർആൻ. സൃഷ്ടാവായ നാഥൻ സൃഷ്ടികളെ വിളിച്ചുകൂട്ടുന്നു. ഒരു ഭാഗത്ത് ആകാശവും ഭൂമിയും ഹിമാലയം പോലുള്ള മഹാപർവ്വതങ്ങളും നിൽക്കുന്നു. മറുഭാഗത്ത് കേവലം 5-6 അടി മാത്രം ഉയരമുള്ള മനുഷ്യനും. അള്ളാഹുവിന്റെ വിളംബരം, നമ്മുടെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും ഒരു അമാനത്ത് നൽകാൻ നാം ഇച്ഛിക്കുന്നു. നമ്മെ അനുസരിക്കാനും ധിക്കരിക്കാനും നാം അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നതാണ്. ഈ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നതിനു വേണ്ടി നമ്മുടെ എണ്ണമറ്റ സൃഷ്ടികളുടെ മേൽ അവർക്ക് വിപുലമായ അധികാരങ്ങളും മഹത്തായ യോഗ്യതകളും നൽകുന്നതാണ്. പിന്നീട് ഒരു നിശ്ചിത കാലയളവിന് ശേഷം നാം അവരെ ഒരുമിച്ച് കൂട്ടുകയും വിചാരണ നടത്തുകയും ചെയ്യും. നാം നൽകിയ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗപ്പെടുത്തുകയും നമ്മെ ധിക്കരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് മറ്റൊരു സൃഷ്ടികൾക്കും നൽകാത്തത്ര കൊടിയ ശിക്ഷയ്ക്ക് നാം വിധേയരാക്കും. നമ്മെ ഭയപ്പെടുകയും നമ്മെ അനുസരിക്കുകയും നമ്മോടുള്ള വിധേയത്വം മാത്രം തിരഞ്ഞെടുത്തവരെ മറ്റൊരു സൃഷ്ടികൾക്കും നൽകാത്തത്ര ഔന്നത്യങ്ങളിലേക്ക് നാം ഉയർത്തുകയും ചെയ്യും. ഇനി പറയുക, നിങ്ങളിൽ ആരാണ് ഈ പരീക്ഷണത്തിൽ ഏർപ്പെടാൻ തയ്യാറുള്ളവർ? സൃഷ്ടാവായ നാഥന്റെ ചോദ്യം. തമ്പുരാന്റെ ചോദ്യം കേട്ട് സൃഷ്ടികളിൽ അഖിലം ഒരു മൂഢത പരക്കുന്നു. പിന്നീട് ഓരോരുത്തരായി മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നാഥ, ഈ കൊടിയ പരീക്ഷണത്തിൽ നിന്നും ഞങ്ങളെ നീ അകറ്റി നിർത്തേണമേ. നിന്നെ ധിക്കരിക്കാനുള്ള സ്വാതന്ത്ര്യം വഹിച്ചുകൊണ്ട് നിന്നോടുള്ള ബാധ്യത നിറവേറ്റാനോ നിന്റെ ബാധ്യത ലംഘിച്ചാൽ നിന്റെ കൊടിയ ശിക്ഷ സഹിക്കാനോ ഉള്ള മനഃശക്തി ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞങ്ങളെ ഈ ദൗത്യത്തിൽ നിന്ന് ഒഴിവാക്കണമേ എന്ന് ഓരോ സൃഷ്ടികളും വന്നുകൊണ്ട് തമ്പുരാനായ നാഥനോട് പറയുന്നു. അപ്പോൾ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് പറയുന്നു, നാഥ, നിന്റെ ഈ പരീക്ഷണത്തിൽ ഏർപ്പെടാൻ ഞങ്ങൾ തയ്യാറാണ്. നിന്റെ ഉന്നതമായ പദവികളിൽ എത്തിച്ചേരാനുള്ള ആഗ്രഹം കൊണ്ട്
നീ നൽകിയ സ്വാതന്ത്ര്യത്തിലും അധികാരത്തിലും ഒളിഞ്ഞുകിടക്കുന്ന അപകടങ്ങളെ ഞങ്ങൾ തരണം ചെയ്യും. അങ്ങനെ മനുഷ്യൻ അള്ളാഹുവിന്റെ ഖലീഫ എന്ന പദവി സ്വയം ഏറ്റെടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ. സൃഷ്ടാവായ നാഥനിൽ നിന്ന് അമാനത്ത് ഏറ്റെടുത്ത മനുഷ്യന് അള്ളാഹു ജ്ഞാനം നൽകുകയും അവനിൽ നിന്ന് അനുസരണ പ്രതിജ്ഞ വാങ്ങുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ തന്നെ പറയട്ടെ, വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയതഹും, നിന്റെ നാഥൻ ആദം സന്തതികളുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്താന പരമ്പരകളെ പുറത്തെടുക്കുകയും വഅഷ്ഹദഹും അലാ അൻഫുസിഹിം, അവരുടെ മേൽ അവരെ തന്നെ സാക്ഷിയാക്കുകയും ചെയ്ത സന്ദർഭം. അലസ്തു ബിറബ്ബിക്കും, അവൻ ചോദിച്ചു, നിങ്ങളുടെ രക്ഷിതാവ് ഞാനല്ലയോ? ഖാലൂ ബലാ, അവർ പറഞ്ഞു, അതെ. ഷഹിദിന, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ, ഞങ്ങൾ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവരായിരുന്നു എന്ന് നിങ്ങൾ അന്ത്യദിനത്തിൽ പറയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറ അൽ-അറാഫ് 172-ാം സൂക്തം. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അള്ളാഹു ഭൂമിയിലേക്കുള്ള മനുഷ്യന്റെ പ്രാതിനിധ്യം വിളംബരപ്പെടുത്തിയിട്ട് ലോകാവസാനം വരെയുള്ള ആദം സന്തതികളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി. അവർക്ക് അള്ളാഹു അസ്തിത്വവും ബോധവും നൽകി. നമ്മെ തന്നെ സാക്ഷികളാക്കിക്കൊണ്ട് നമ്മിൽ നിന്നവൻ കരാർ വാങ്ങുകയുണ്ടായി. അള്ളാഹു ചോദിച്ചു, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്? ആദം സന്തതികൾ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു, തീർച്ചയായും നീ തന്നെ. അള്ളാഹു പറഞ്ഞു, നിങ്ങളുടെ മേൽ ആകാശഭൂമികളെയും നിങ്ങളുടെ പിതാവായ ആദമിനെ തന്നെയും ഞാനിതാ സാക്ഷി നിർത്തുന്നു. നിങ്ങൾ നല്ലതുപോലെ അറിഞ്ഞുകൊള്ളുക, ഞാനല്ലാതെ ആരാധനയ്ക്കർഹനായി ഒരു നാഥനുമില്ല. അതുകൊണ്ട് എനിക്കൊരു പങ്കാളികളെയും നിങ്ങൾ സ്ഥാപിക്കരുത്. നിങ്ങൾ എന്നോട് ചെയ്ത ഈ ഉടമ്പടി അനുസ്മരിപ്പിക്കുന്ന എന്റെ ദൂതന്മാരെ നിങ്ങളിലേക്ക് ഞാൻ അയക്കും. എന്റെ ഗ്രന്ഥങ്ങൾ നിങ്ങളിൽ അവതരിപ്പിക്കുകയും ചെയ്യും. ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിരുന്നില്ലെന്ന് പുനരുത്ഥാന നാളിൽ നിങ്ങൾ പറയാൻ ഇടയാകരുത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, നീ മാത്രമാണ് ഞങ്ങളുടെ യജമാനൻ, നീയല്ലാതെ ഞങ്ങൾക്കൊരു റബ്ബുമില്ല, ഇലാഹുമില്ല. അങ്ങനെ അള്ളാഹുവിന്റെ പ്രാതിനിധ്യം സ്വയം ഏറ്റെടുത്ത് നാഥനിൽ നിന്ന് അനുസരണ പ്രതിജ്ഞയും വാങ്ങി ഭൂമുഖത്ത് നിലകൊള്ളുന്ന മനുഷ്യൻ. ആകാശഭൂമികൾ അവന് സാക്ഷി നിൽക്കുന്നു. എന്തിന്? സ്വന്തം ഉള്ളിന്റെ ഉള്ളിലുള്ള നഫ്സും അവന് സാക്ഷി നിൽക്കുന്നു. ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ എന്നല്ല, മനുഷ്യൻ തനിക്കെതിരെ തന്നെ ഒരു തെളിവാകുന്നു. വലൗ അൽഖാ മആദീറ, അവൻ എത്ര തന്നെ ഒഴിവുകഴിവുകൾ ബോധിപ്പിച്ചാലും ശരി. അതുകൊണ്ട് ഭൂമിയുടെ മടിത്തട്ടിൽ ശുദ്ധ പ്രകൃതിയോടെ പിറന്നു വീഴുന്ന ഓരോ ആണും പെണ്ണും സൃഷ്ടാവായ നാഥന്റെ പ്രതിനിധിയാണ്, അംബാസിഡറാണ്, ഖലീഫയാണ്. അള്ളാഹുവിന്റെ ഖലീഫയായ, അള്ളാഹുവിന്റെ പ്രതിനിധിയായ ഈ മനുഷ്യന്റെ ദൗത്യം എന്താണ്? ഇന്ത്യയിൽ നിന്ന് ഒരു പ്രതിനിധിയെ ഐക്യരാഷ്ട്ര സമ്മേളനത്തിന് അയച്ചാൽ ആ പ്രതിനിധിയുടെ കർത്തവ്യം എന്തായിരിക്കും? ഇന്ത്യൻ ഗവൺമെന്റിന്റെ നിലപാടുകളായിരിക്കും ആ അംബാസിഡർ ഐക്യരാഷ്ട്രസഭയിൽ അവതരിപ്പിക്കുക. അദ്ദേഹം നിലകൊള്ളുന്നതും ഇന്ത്യൻ ഗവൺമെന്റിന്റെ താല്പര്യമനുസരിച്ചായിരിക്കും, അല്ലെ? അപ്പോൾ മനുഷ്യൻ സകലാധിനാഥനായ സൃഷ്ടാവായ അള്ളാഹുവിന്റെ പ്രതിനിധിയാണെന്ന് പറയുമ്പോൾ നാം അതിന് എന്തർത്ഥം കൊടുക്കണം? പടച്ച തമ്പുരാന് പരമമായി അനുസരിച്ചുകൊണ്ട്, അവന് പരിപൂർണമായും സ്വയം സമർപ്പിച്ചുകൊണ്ട്, അവന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവന് വഴിപ്പെട്ട് അവന് വിധേയനായി ഭൂമിയിൽ ജീവിക്കുക, അവന്റെ താല്പര്യങ്ങൾക്കൊത്ത് ഭൂമിയിൽ കർമ്മം ചെയ്യുക, ഭൂമിയെ ഐശ്വര്യസമ്പൂർണമാക്കി വരും തലമുറകൾക്ക് വേണ്ടി അതിനെ വാസയോഗ്യമാക്കുക. ഇതാണ് മനുഷ്യപുത്രന് ഈ ഭൂമിയിൽ നിർവഹിക്കാനുള്ളത്. വിശുദ്ധ ഖുർആൻ തന്നെ പറയട്ടെ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, നമ്മെ അനുസരിച്ച് കീഴ്പ്പെടാൻ വേണ്ടിയല്ലാതെ മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല. പടച്ച തമ്പുരാന് പരിപൂർണമായും സമർപ്പിച്ചുകൊണ്ടുള്ള മനസ്സിന്റെയും ശരീരത്തിന്റെയും കീഴ്പ്പെടലിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ തലവനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅരിഫൂൻ, അല്ലാഹുവിനെ അറിയാൻ വേണ്ടിയല്ലാതെ മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചിട്ടില്ല. പടച്ച തമ്പുരാന് പരിപൂർണമായും സമർപ്പിച്ച് ജീവിക്കണമെങ്കിൽ ആദ്യം ആ തമ്പുരാനെ അറിയണം. അറിവുകളിൽ ഏറ്റവും ഉത്തമം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്ന തിരിച്ചറിവാണ്. അല്ലാഹുവാണ് എന്റെ ഖാലിഖ്, അല്ലാഹുവാണ് എന്റെ മാലിക്, അല്ലാഹുവാണ് എന്റെ റാസിഖ്,
അള്ളാഹുവാണ് എന്റെ ഹാക്കിം. ഈ തിരിച്ചറിവ് ജീവിതത്തിലെ ഓരോ നിമിഷവും അറിയാനും അനുഭവിക്കാനും കഴിയുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങനെ തമ്പുരാനെ അറിയുന്നവർക്ക് മാത്രമേ അവന് വിധേയനായി അവനെ വഴിപ്പെട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്റെ ഈ വ്യാഖ്യാനത്തിന് തെളിവായി നൽകുന്നത് ഒരു ഖുദ്സിയായ ഹദീസാണ്. സൃഷ്ടിപ്പിന്റെ രഹസ്യം ഒരിക്കൽ അള്ളാഹു തന്റെ ഹബീബായ പ്രവാചകന് പറഞ്ഞുകൊടുത്തു. അള്ളാഹു പറയുകയാണ്, കുന്തു കൻസൻ മഖ്ഫിയ, മറച്ചുവെക്കപ്പെട്ട ഒരു നിധിയായിരുന്നു ഞാൻ. ഒരുപാട് ഹിജാബുകൾക്കുള്ളിൽ, ഒരുപാട് പർദ്ദകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ട ഒരു നിധി. ഫഅഹ്ബബ്തു അൻ ഉഖ്റഫ്, തിരിച്ചറിയപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചു. ഇതൊന്ന് പുറത്തറിയണമല്ലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതെ, എന്റെ വഹദാനിയത്തിനെ കുറിച്ച്, എന്റെ റുബൂബിയത്തിനെ കുറിച്ച്, എന്റെ ഉലൂഹിയത്തിനെ കുറിച്ച്, എന്റെ മുലൂക്കിയത്തിനെ കുറിച്ച്, എന്റെ ജലാലിയത്തിനെയും എന്റെ ജമാലിയത്തിനെയും കുറിച്ച്, എന്റെ കുദറത്തിനെ കുറിച്ച്, എന്റെ ഇസ്മുകളെ കുറിച്ച്, എന്റെ അഅമാലുകളെ കുറിച്ച്, എന്റെ സിഫാത്തുകളെ കുറിച്ച്, എന്റെ ദാത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ ലോകത്തുണ്ടാവണം. അങ്ങനെ ഞാൻ എല്ലാവരാലും അറിയപ്പെടുന്ന ഒരാളായി മാറണം. ഫഅഹ്ബബ്തു അൻ ഉറഫ്, തിരിച്ചറിയപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചു. ഫഖലഖ്തുൽ ഖൽഖ, സൃഷ്ടികളെ ഞാൻ പടച്ചു. അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അള്ളാഹു എന്ത് ചെയ്തു? മനുഷ്യന് മാർഗദർശനം നൽകാൻ പ്രവാചകന്മാരെ നിയോഗിക്കുകയും അവർക്ക് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടോ വഹദൈനാഹു നജ്ദൈൻ, അവന് നാം രണ്ട് വഴി കാണിച്ചു കൊടുത്തു. വഹദൈനാഹു സബീല ഇമ്മാ ഷാക്കിറൻ ഔ ഇമ്മാ കഫൂറ, ഒന്ന് പടച്ച തമ്പുരാന് പരിപൂർണമായും സമർപ്പിച്ച് അവന്റെ കൽപ്പനകൾക്ക് വിധേയരായി നിലകൊള്ളുന്ന നന്ദിയുള്ള ദാസന്മാരുടെ മാർഗം. മറ്റൊന്ന് പടച്ച തമ്പുരാനോടുള്ള ധിക്കാരത്തിന്റെ, നന്ദികേടിന്റെ, ലലാലത്തിന്റെ മാർഗം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വമൻ യഷ്കുർ, ആരെങ്കിലും നന്ദി കാണിച്ചാൽ ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി, സ്വന്തം നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് അവനത് ചെയ്തത്. വമൻ കഫറ, ആരെങ്കിലും നിഷേധിച്ചാൽ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, തീർച്ചയായും അള്ളാഹു അന്യാശ്രയമില്ലാത്തവനും സ്തുത്യർഹനുമാണ്. വമൻ യുസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ, ആരെങ്കിലും സച്ചരിതനായി കൊണ്ട് അള്ളാഹുവിന് സ്വയം സമർപ്പിച്ചാൽ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, തീർച്ചയായും അയാൾ മുറുകെ പിടിച്ചത് ഏറ്റവും ഉറപ്പുള്ള പിടിവള്ളിയിൽ തന്നെയാണ്. വമൻ കഫറ, ആരെങ്കിലും നിഷേധിച്ചാൽ പടച്ച തമ്പുരാനോടുള്ള അനുസരണത്തിന്റെ മാർഗത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നടന്നവന് നുമത്തിഅഹും കലീല, അല്പകാലം നാം അവർക്ക് സുഖാസ്വാദനത്തിന് അവസരം നൽകുകയും സുമ്മ നളുതറൂഹും ഇലാ അദാബിൻ അലീൽ, പിന്നീട് നിസ്സഹായരാക്കിക്കൊണ്ട് കൊടും ശിക്ഷയിലേക്ക് നാം അവരെ തള്ളിവിടുന്നതാണ്. ഏതു വഴി തിരഞ്ഞെടുക്കണമെന്ന്, ഏതു വഴി തിരഞ്ഞെടുക്കാനും മനുഷ്യപുത്രന് സ്വാതന്ത്ര്യമുണ്ട്. അള്ളാഹു മനുഷ്യന് ബുദ്ധിയും വിവേകവും നൽകിയിട്ടുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണവൻ. കർമ്മനിർവഹണത്തിൽ നിങ്ങളിൽ ഏറ്റവും മികച്ചവരാരെന്ന് പരീക്ഷിച്ചറിയേണ്ടതിന് പടച്ച തമ്പുരാൻ മനുഷ്യനെ ഏൽപ്പിച്ച ദൗത്യം, അഥവാ മനുഷ്യൻ സ്വയം ഏറ്റെടുത്ത ദൗത്യം, അള്ളാഹുവിന്റെ പ്രാതിനിധ്യം വഹിച്ചുകൊണ്ട് ഭൂമിയിൽ കർമ്മം ചെയ്യുക എന്ന ദൗത്യം. ഈ ദൗത്യ നിർവഹണത്തിൽ മനുഷ്യൻ എത്ര കണ്ട് വിജയിച്ചുവെന്ന് പരീക്ഷിച്ചറിയുന്നതിന് ജീവിതവും മരണവും സൃഷ്ടിച്ച തമ്പുരാൻ. വമൽ ഹയാത്തി ദുനിയ ഇല്ലാ മതാഉൽ ഉറൂർ, ഈ ഐഹിക ജീവിതം വഞ്ചനകളുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. ഇതാണ് മനുഷ്യാസ്തിത്വത്തെക്കുറിച്ചും മനുഷ്യ ജീവിതത്തെക്കുറിച്ചുമുള്ള വിശുദ്ധ ഖുർആനിന്റെ കാഴ്ചപ്പാടിന്റെ ഒരു ലഘുമുഖവുര. മനുഷ്യന്റെ പാരത്രിക വിജയത്തെക്കുറിച്ചുള്ള വിശുദ്ധ ഖുർആനിന്റെ നിലപാട് വ്യക്തമാകണമെങ്കിൽ വിശുദ്ധ ഖുർആനിലെ 91-ാം അധ്യായം സൂറത്തു ശംസിലെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പഠിച്ചാൽ മതിയാകും. അള്ളാഹു സൂര്യചന്ദ്രാദികളെ, രാപകലുകളെ, ആകാശഭൂമികളെ, മനുഷ്യ മനസ്സിനെ, അതിന് നൽകിയ ധർമാധർമ്മ ബോധത്തെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, ഖദ് അഫ്ലഹ മൻ സക്കാഹ, തീർച്ചയായും മനസ്സിനെ സംസ്കരിച്ചവൻ വിജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ മലിനമാക്കിയവൻ പരാജയപ്പെട്ടു. ആത്മവിശുദ്ധിയാണ്, ആത്മസംസ്കരണമാണ് മനുഷ്യനെ വിജയപ്രാപ്തനാക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ. മനുഷ്യ മനസ്സിനെ അള്ളാഹു സൃഷ്ടിച്ചത് അതിൽ നന്മയുടെയും തിന്മയുടെയും കഴിവുകൾ നിക്ഷേപിച്ചുകൊണ്ടാണ്. നന്മയും തിന്മയും വേറിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നൽകിയിട്ടുണ്ട്. നന്മ തിന്മകളുടെ ഈ സംഘടനത്തിൽ നന്മയ്ക്കൊപ്പം നിന്ന് തിന്മയെ കീഴടക്കാൻ ശ്രമിക്കുന്നതിനാണ് വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ തസ്കിയത്ത് അഥവാ സംസ്കരണം എന്ന് പറയുന്നത്. ജീവിത വിശുദ്ധി കൈക്കൊണ്ട്
ജീവിത വിശുദ്ധിയിലൂടെ തഖ്വ കൈക്കൊണ്ടവർക്ക് മാത്രമേ മനസ്സംസ്കരണം സാധ്യമാവുകയുള്ളൂ.